തോന്നിയ ചോദ്യം ചോദിച്ചാൽ തോന്നിയ ഉത്തരം പറയേണ്ടി വരും. പിന്നെ ഞാനില്ല. തോന്നിയ ചോദ്യം ചോദിക്കുക, എന്നിട്ട് തോന്നിയ ഉത്തരം പറയാം. ഇല്ലാന്ന് നിങ്ങൾ തന്നെ എന്ത് ഉത്തരം വേണമെന്ന് ചോദിക്കോ. നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയാറുണ്ട്? ഇമാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളില്ലേ കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത്? എല്ലാവരും ഞാൻ പറയുന്നില്ല. ഏപ്രിൽ 23 CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത വാസ്തുശില്പി N. മഹേഷ് രൂപകൽപ്പന ചെയ്തതാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 9 നിലകളും 2 സെല്ലാർ പാർക്കിംഗ് നിലകളുമുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിൽ നിന്നും കിട്ടേണ്ടുന്ന എല്ലാ തരത്തിലുള്ള നിയമപരമായ അനുമതിയും നേടിക്കൊണ്ടാണ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. AK സെൻറ്റർ, നഗരസഭ, ഫയർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, എയർപോർട്ട് അതോറിറ്റി, മൈനിങ് ആൻഡ് ജിയോളജി, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങി എല്ലാവരുടെയും അനുമതി നൽകി വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗകര്യപ്രദമായ നിലയിലാണ് പ്രസ് ബ്രീഫിംഗ് സെൻറ്ററും സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ്, അതിൻ്റെ യോഗം ചേരാനുള്ള സൗകര്യം, സെക്രട്ടേറിയറ്റിൻ്റെ പ്രത്യേക മുറി, അതുപോലെ തന്നെ ഹാളുകൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാമുള്ള ഓഫീസ് മുറികളും PB അംഗങ്ങൾക്കുള്ള സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മാലിന്യമുക്ത നവകേരളം വന്ന കാര്യം സംബന്ധിച്ച് താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ വലിയ താമസ സൗകര്യം ഇല്ല. അത്യാവശ്യം PB എന്നൊക്കെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. മാലിന്യമുക്ത നവകേരളം എന്ന മുദ്രാവാക്യം ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. അത് വരുന്ന 31-ാം തീയതി കേരളം മാലിന്യമുക്തമാണെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വിവിധ ഘട്ടങ്ങളിലായിട്ട് തീയതി നിശ്ചയിച്ചിട്ട്. ഈ സന്ദർഭത്തിൽ താഴെ തലം വരെയുള്ള മുഴുവൻ പാർട്ടി ഘടകങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഈ പരിപാടി, അത് കേരളത്തിൻ്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പരിപാടിയാണ്. ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന 52 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണെന്നാണ് ടൈംസ് മാഗസിൻ അവരുടെ സർവേയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള 52 കേന്ദ്രങ്ങളിൽ ഒന്നായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ കേരളത്തെ ആകെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാലിന്യമുക്തമായ കേരളം എന്ന ലക്ഷ്യം തന്നെയാണ്. എല്ലാം ശരിയാണെങ്കിലും അന്തരീക്ഷവും അതുപോലെ തന്നെ നാടും മലിനപ്പെട്ട് നിൽക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരു ടൂറിസ്റ്റും അവിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദേശത്തു നിന്ന് വരുന്നവർക്കും ആഭ്യന്തര ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എത്തുന്നവർക്കും മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് മാലിന്യമുക്ത കേരളം എന്നുള്ളത്. അപ്പോൾ ആ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഏതാണ്ട് നല്ല മുൻകൈയോടുകൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഏതാണ്ട് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് പിന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഈ വരുന്ന 31-ാം തീയതി ആകുമ്പോഴേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ മാലിന്യമുക്തമാക്കത്തക്ക രീതിയിലുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ആരാണ് ഭരിക്കുന്നത് എന്നോ ഭരണ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയമോ നോക്കാതെ കേരളത്തെ ആകെ ഒന്നായി കണ്ട്, അത് കടലോര മേഖല ഉൾപ്പെടെയാണ്. കടലോര മേഖലയിൽ മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഫിഷറീസും ചേർന്ന് വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീരപ്രദേശങ്ങളിലും മലയോരത്തിലും ഇടനാടിലും ഒക്കെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഈ ഒരു പ്രക്രിയയിൽ ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അതൊരു ജനകീയ സംരംഭമാക്കി അവസാനം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. LDFും ആ കാര്യം ചർച്ച ചെയ്തത് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ഒരു പരിപാടി താഴെ എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ വാർഡ് അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിലുള്ള ഒരിടപെടൽ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ബ്രാഞ്ചും, കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചുകളിൽ 38,400 ബ്രാഞ്ചുണ്ട് കേരളത്തിൽ. ഈ 38,400ഓളം വരുന്ന മുഴുവൻ ബ്രാഞ്ചുകളും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും എല്ലാം ചേർന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും ഫലപ്രദമായ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പൊതുസ്ഥലങ്ങൾ മുഴുവൻ കേരളത്തിലെവിടെയായാലും അത് മുഴുവൻ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി അതിനൊരു തുടർച്ച വേണമെന്നാണ് ഞങ്ങൾ കാണുന്നത്.
ഈ ഒരാഴ്ചക്കാലം കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയുള്ള സന്ദർഭത്തിൽ മാത്രമല്ല, തുടർന്നും അത് ഫലപ്രദമായി മാലിന്യമുക്തമായി തുടരാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ജനങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പാർട്ടി ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കും എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രണ്ടാമത്തെ ടേമിലെ 4ാമത്തെ വർഷം, 4ാം വാർഷികം. 5ാം വാർഷികം പിന്നെ സാധാരണ രീതിയിൽ ആഘോഷിക്കേണ്ട വരുന്ന പരിപാടിയില്ല, കാരണം അപ്പോഴേ ഇലക്ഷനായിരിക്കും. ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷ പരിപാടി. അപ്പോൾ 4ാം വാർഷിക ആഘോഷം നന്നായിട്ട് കേരളത്തിന് പ്രയോജനകരമായ രീതിയിൽ നടത്തണമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചത്. ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രമുഖ വ്യക്തികളെ കാണാനും ഒക്കെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ജില്ലയിലും 14 ജില്ലയിലും വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി റാലി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഔദ്യോഗികമായ രീതിയിലാണ് പ്രദർശനം അതുപോലെ മറ്റ് വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. LDF അതാത് ജില്ലയിൽ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള റാലികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം വിജയിപ്പിക്കണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പറയുക താഴെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് പാർട്ടി ഓഫീസായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് AKG പഠന ഗവേഷണ കേന്ദ്രമാണ്. അപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് അതിവിപുലമായ സൗകര്യത്തോടു കൂടി ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും ശാസ്ത്ര വിദ്യാർത്ഥിക്കും സാമൂഹ്യശാസ്ത്ര പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന അതിവിപുലമായൊരു ലൈബ്രറി ഇവിടെയുണ്ട്. കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു ലൈബ്രറിയാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ലൈബ്രറി. ആ ലൈബ്രറി അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും, അത് വിപുലപ്പെടുത്താൻ കഴിയും. പിന്നെ അതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു കാലമാണല്ലോ, അതൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്തു പോകണം. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകാൻ കഴിയും. ലോകത്തെമ്പാടും സാമൂഹ്യശാസ്ത്ര മേഖലയിലും മറ്റ് വിവിധ തലങ്ങളിലും ഗവേഷണം സർവമാണ്. സ്വാഭാവികമായിട്ടും AKG പഠന ഗവേഷണ കേന്ദ്രം ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു സംവിധാനമായിട്ട് മാറും എന്നാണ് അത് സംബന്ധിച്ച് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവായ കാര്യം മാത്രം ചർച്ച ചെയ്താൽ മതി. അത് ഈ ശില്പത്തെ പറ്റിയൊന്നും ധാരണയില്ലാത്ത ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ ആധുനിക കളറാണ്. അതൊന്നും നമുക്ക് നമ്മുടെ പാർട്ടി കളറുന്ന പാർട്ടി കളറുന്നവരാ പറഞ്ഞങ്ങളോട് ഒടീൻ്റെ കളറല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത്. നമ്മുടെ അതൊക്കെ പലതും സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടിയുണ്ട്. കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ചോപ്പടിക്കലുണ്ടോ? ഉണ്ടോ? എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറയേതാ? പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഏതാന്നാ ചോദിച്ചത്? അല്ലാതെ എല്ലാവർക്കും അറിയാലോ. അല്ലല്ല, സമ്പൂർണ്ണമായി അത് നമുക്ക് നോക്കാം. അതൊക്കെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള വരവ് ചിലവൊക്കെ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കിയത്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കുന്നതാണല്ലോ, കണക്കല്ല. അപ്പോൾ കണക്കിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥിരമായ ഒരു വ്യക്തത ഉണ്ടാക്കാനാണ്. ഇല്ല, ഏകദേശം പറയാനായിട്ടില്ല. കാരണം വിവിധ തലങ്ങളിലാണല്ലോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാറുകാരൻ എന്നുള്ളത് ചെയ്തത്. നിരവധി ആളുകളുടെ ഒരു കൂട്ടായ യത്നമാണ് യഥാർത്ഥത്തിൽ ആ ഓഫീസ് ഈ രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വിവിധ രീതിയിലുള്ള കോൺട്രാക്റ്റുകളാണ്. അതൊക്കെ നോക്കിയിട്ട് അതെല്ലാം പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. സെക്രട്ടറിൻ്റെ മുറി ഏതൊക്കെ മുറിയാണ് AC എന്നൊക്കെ പോയി നോക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ഇതിലൊന്നും രഹസ്യമൊന്നും വെക്കുന്ന കാര്യമില്ല. AKGൻ്റെ വിധത്തിനുള്ള ഹോൾ ഇവിടെ ഉണ്ടല്ലോ. അതിനുള്ളിൽ വേറെ വലിയ ഇതുപോലുള്ള ഹോളൊന്നുമില്ല. ആയിരക്കണക്കിന് ആൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഹോൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഹോളിൻ്റെ ഒന്നും കാര്യമില്ല. യോഗം ചേരാനുള്ള മാത്രമേ ആവശ്യമുള്ളൂ. സ്റ്റേറ്റ് കമ്മിറ്റിക്കുള്ള ഹോളൊക്കെ ഉണ്ട്. അല്ല, CC ചേരണമെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഹോളിൽ തന്നെ CC ചേരാൻ പറ്റുന്നില്ല. അല്ല, സമരക്കാർ പിരിഞ്ഞു പോകണമെന്ന് നമ്മൾ പറഞ്ഞില്ല. സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ്. ആർക്കും സമരം ചെയ്യാം. സമരം നടത്തുന്നതിലൊന്നും ആരും നിഷേധാത്മകമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ജനാധിപത്യ സമൂഹത്തിൽ സമരവും ജനാധിപത്യപരമാണ്. പക്ഷേ ആ സമരം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി CPM-ന് നല്ല ധാരണയുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിൻ്റെ പുറമെ ഇപ്പോൾ INTUC പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല. പക്ഷേ UDF അതിൻ്റെ പിന്നിലാണ്, BJP അതിൻ്റെ പിന്നിലാണ്, ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്.
നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമരം ജനാധിപത്യപരമായ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ആശാ വർക്കർമാരെ ഉപയോഗിച്ച് SUCയെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ഉൾപ്പെടെ നിങ്ങളെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള നേതൃത്വവും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തെയും ഞങ്ങൾ നല്ലതുപോലെ തുറന്നു കാണിക്കുക രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേരെല്ലാം പറഞ്ഞിട്ടുണ്ട്. മാധ്യമം മാത്രമല്ല, പിന്നെ കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, മറ്റേ BJP ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അതല്ലേ മഴവിൽ സഖ്യം എന്ന് പറഞ്ഞത്. മഴവിൽ സഖ്യമാണ്. അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരം മുമ്പോട്ട് നയിക്കണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർമാരല്ല, ആശാ വർക്കർമാരുടെ സമരം ആവശ്യമുണ്ട്. ആശാ വർക്കർമാരുടെ സമരം രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് കാണണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആശാ വർക്കർമാരുണ്ട്. അവിടെ അവർ സമരം നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ യൂണിയൻ CITUവിൻ്റെ യൂണിയനാണ്. ഇവിടെയും അതെ, അവർ ഇതിന് മുമ്പ് സമരം നടത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് CITU ഉയർത്തുന്ന മുദ്രാവാക്യം ഇവരെ തൊഴിലാളികളായി കണക്കാക്കണം എന്നുള്ളതും ഇവർക്ക് ശമ്പളം 10-25,000 രൂപ കൊടുക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. ഈ മുദ്രാവാക്യങ്ങൾ ദേശീയാടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം വർക്കാണ് ഇതെല്ലാം. അതല്ല ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തോ ഒന്നാണെന്ന് മാത്രമാണ്. ഏറ്റവും കൂടുതൽ പൈസ ഇവിടെയാണ് കൊടുക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും സമ്മതിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. പറയാനൊക്കെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഓർഡറായിട്ടില്ല ഇതുവരെ. കൊടുക്കുന്നൊക്കെ പറയുന്ന മാത്രമേ, നന്ദ പറയുന്ന പോലെ തന്നെ എല്ലാം കൊടുക്കുമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 13,200 രൂപ വരെ ലഭിക്കുന്ന ആശാ വർക്കർമാരുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ്. അവിടെയാണ് ഈ സമരവുമായിട്ട് ഇത്തരത്തിൽ അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് അവസാനിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ്. അതിൻ്റെ ആ കോർട്ട് അവരതാണ്, പന്ത് അവിടെയായിട്ടുള്ളത്. അവർ അതിൻ്റെ വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, കേരളത്തിന് അതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യാൻ സാധിക്കും, അതുകൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അല്ല, സമരം ചെയ്യുന്നവർക്ക് ബുദ്ധിയാവുന്നുണ്ട്. പക്ഷേ സമരം നേതൃത്വം കൊടുക്കുന്നവർ ശരിയാക്കാൻ ബുദ്ധിയാവാതെ അതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? 10-26,000 തൊഴിലാളികളുണ്ട് ഈ ഇതിൻ്റെ അകത്ത്. 10-26,000 അതിൻ്റെ ഒരു അംശം പോലും ഇല്ല ഈ സമരം ചെയ്യുന്നവരുടെ നമ്പർ. അത് വേറെ പ്രശ്നം. അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല. കാരണം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. 1% ഉള്ളൂവെങ്കിൽ പോലും അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ വസ്തുതാപരമായ കാര്യം മനസ്സിലാക്കാണ്ട് സമരം മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം ഗവൺമെൻറ് വിരുദ്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. അതാ പ്രശ്നം. അല്ലാണ്ട് വേറെ എന്താ വേറെ പ്രശ്നമുള്ളത്? ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ മന്ത്രിയെ കാണാൻ പോയതൊന്നുമല്ല. അതല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയൊരു വാർത്തയാണ്. നിങ്ങളാതൊരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിന് അവസാനം അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ കാണാൻ പറ്റിയില്ല, എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് പൂർവ്വ ബംഗാളത്ത് പോയ പോലെ. ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത. ആരാ പറഞ്ഞു അവിടെ ഈ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന്? ആര് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? പോയപ്പോഴാ? എപ്പോൾ? ഇതെന്ന് അതെ, അത്രയല്ലേ ഉള്ളൂ. അത് നിങ്ങൾ അതിന് മുമ്പേ പറഞ്ഞല്ലോ. വാർത്ത നിങ്ങൾ മുമ്പേ കൊടുത്തു. സത്യം പറഞ്ഞാൽ ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി പോകുന്നത്. അത് ബാലഗോപാലൻ ഉൾപ്പെടെയുണ്ട്. ഇവരെല്ലാം പോയത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ പോകുമ്പോൾ ഈ പ്രശ്നം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പോകുന്നതിന് തലേ ദിവസം തന്നെ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിച്ചിരുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവാദം ചോദിച്ചിട്ടില്ല എന്നാണ്. അനുവാദം ചോദിച്ചിരുന്നു. അതിന് കൃത്യമായ രേഖ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും, ഞാൻ മന്ത്രിയെ കാണാനും ശ്രമിക്കും, മന്ത്രിയെ കാണും. സാധാരണ ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാണുമല്ലോ. അതുമാത്രമല്ല, അവിടെ പാർലമെൻറ്റ് നടക്കുകയാണ്. പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം ഉണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. അതാ കാര്യം. എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയാറുണ്ട്. ഇമാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ. അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല, മന്ത്രി പോയ ഉദ്ദേശത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്തു. കാണണമെന്ന് പറയുകയും ചെയ്തു. മുൻകൂട്ടി തന്നെ പറഞ്ഞു. 17-ാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു 10. എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല. കാണാൻ തയ്യാറാവാതെ കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനമില്ല. ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ പറയാവണ്ട. അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല. കാണാൻ കൂട്ടാക്കാതെ മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല. കാണാൻ വേണ്ടി അങ്ങോട്ട് പോയ മന്ത്രിയോട് നിങ്ങൾ കാണാൻ പോയില്ല, അവിടെ ശ്രദ്ധിച്ചില്ല, ആത്മാർത്ഥയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം നിലവാരം വളരെ കുറഞ്ഞു പോകുന്നു. നിങ്ങളെന്നെ കണ്ടോളണം ഇങ്ങനെയുള്ള വാർത്തയും കൊടുത്തിട്ട്. ഇനി ഇമാതിരിയുള്ള വാർത്ത അല്ല, അത് അവിടെ പോയത് തന്നെ സ്വാഭാവികമായിട്ടും ക്യൂബ സംഘത്തിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചാണ് എന്തോടെ പറയാൻ. അതിനു വേണ്ടിയാണ് പോയത്. ശരി.
അതേ കാണാൻ ശ്രമിക്കുന്നത്. ഡൽഹിക്ക് പോകുന്നുണ്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും. അവിടെ ക്യൂബൻ ഡെലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ്. അതാ കാര്യം. അത് പോയപ്പോൾ ഇതും കൂടി കാണുമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ വാർത്താത്തിൽ ഞാനില്ല. വെറുതെ ആവശ്യമില്ല ചർച്ച നടത്തുന്നു. കാമ്പില്ലാതെ ചർച്ച നടത്തി പഠിച്ചു പോയ രംഗങ്ങളിലും ഒരു കാമ്പും വേണ്ട നിങ്ങൾക്ക്, ഒരു വസ്തുതയും വേണ്ട നിങ്ങൾക്ക്. വസ്തുതാപരമായിട്ട് ഒരു കാര്യവും നിങ്ങൾ നോക്കലുമില്ല. എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. വസ്തുതാപരമായിട്ട് ഞാൻ മന്ത്രിയോട് സംസാരിച്ചത് പോകുന്ന കൂട്ടത്തിൽ ആ കാര്യം സംസാരിക്കും തന്നെയാണ് പറഞ്ഞത്. ക്യൂബൻ പറയേണ്ട കാര്യം ഇല്ല. നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന്. ക്യൂബൻ ഡെലിഗേഷനുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാണ്. അല്ലാണ്ട് പോകുന്ന ആരെങ്കിലും ചോദിക്കാണ്ട് ആരെങ്കിലും പറയുമോ? ഞാൻ വിട്ടു, ആ ഭാഗം വിട്ടു. അത് മതിയാക്കി. തോന്നിയ ദിവസം ചോദ്യം ചോദിച്ചാൽ തോന്നിയ ദിവസം ഉത്തരം പറയേണ്ടി വരും. ഞാനില്ല. തോന്നിയ ദിവസം ചോദ്യം ചോദിക്കുക, എന്നിട്ട് തോന്നിയ ദിവസം ഉത്തരം പറയാം. ഇല്ലാന്ന് നിങ്ങൾ തന്നെ എന്ത് ഉത്തരം വേണമെന്ന് ചോദിക്കോ? വേറെ ഒന്നും പറയണത് ഏതാ പറയാം. മിനിമം കൂലി, അത് മിനിമം കൂലി കൊടുക്കണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ അഭിപ്രായം മിനിമം കൂലി കൊടുക്കണം തന്നെയാണ്. അതിനെന്തെങ്കിലും കുഴപ്പം? പക്ഷേ ഇന്നത്തെ പരിസ്ഥിതിയിൽ സ്കീം വർക്കർമാർക്ക് കൊടുക്കുന്നത് ആരും പാടില്ല. അന്നും പാടില്ല, ഇന്നും പാടില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി കൊടുക്കേണ്ടതാണ്. കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ എത്രത്തോളം അഭിപ്രായം. അത് നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല. അത് നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും. അവസരമാണോ അല്ല അനവസരമാണോ ഒന്നും അല്ലെങ്കിൽ കാത്തിരുന്ന് കാണേണ്ടതാണല്ലോ, അല്ലേ? ആ, അത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എവിടുന്നും ജനറൽ സെക്രട്ടറി ഉണ്ടാവാം. പോരെ ആര് ക്ലെയിം, ഈ പാർട്ടിക്കകത്ത് ഇങ്ങനെ ക്ലെയിം വെച്ചിട്ട് ആളെ തീരുമാനിക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ സ്വഭാവമല്ലേ. ഞങ്ങൾക്കതില്ല. ക്ലെയിം വെക്കുക, എന്നിട്ട് ആ ക്ലെയിം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റേ സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുക, അതൊന്നും പാർട്ടിക്കകത്തില്ല. അതെ, അഭിമാനകരമാണ് സംഭവം. അതൊക്കെ തർക്കമില്ല. ആയാലും കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ജനറൽ സെക്രട്ടറി ആയാൽ, പാർട്ടി സെക്രട്ടറി ആയാൽ തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനകരമായ കാര്യം തന്നെയാണ്. ആ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയാസ ചോദ്യമാണ്. അതുകൊണ്ട് തോന്നിയ ഉത്തരം പറഞ്ഞാലേ തെറ്റാവും, തോന്നിയാസ ഉത്തരവും. ഞാൻ പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആവാനുള്ള ആളുകളുണ്ട്. അവർ ആരെയാണ് പാർട്ടി സമ്മേളനം തീരുമാനിക്കുന്നത് എന്നിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അവസാനിപ്പിക്കാലോ. 23 സാമാന്യം നല്ല പരിപാടിയാണ്. ജനങ്ങളെല്ലാം പങ്കെടുക്കും. എല്ലാം ഇപ്പോൾ അവസാനം അവിടെ രഹസ്യമായിട്ട് ഒന്നും പോകുന്നില്ല. എല്ലാം വൈകുന്നേരം